ഐ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് സരസമ്മ ടീച്ചറിന്റെ വീട്ടിലാണ്. ഒരു റിട്ടയർഡ് അധ്യാപികയായ സരസമ്മ ടീച്ചറിനെ ഭിന്നശേഷി കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ടീച്ചറും കൂടെയാണ് ഈ അമ്മ. അമ്മയില്ലാത്ത രണ്ട് കുട്ടികളെ സംരക്ഷിക്കുകയാണ് എന്ന് ഈ അയൽവാസികൾ അവരെ ഉപദ്രവിക്കുക എന്ന് പരാതിയാണ് ഐ മീഡിയക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കി ദൃശ്യങ്ങൾ അവരെ തന്നെ ചോദിക്കാം. 2025 ഫെബ്രുവരി മാസം 25 SC/ST കമ്മീഷനിൽ ഒരു ഹിയറിംഗ് നടന്നു. വന്ന് വൈകുന്നേരം രാത്രിയിൽ എൻ്റെ വീട്ടിൻ്റെ നേരെ കല്ലെറിഞ്ഞ ആക്രമണം ഉണ്ടായി. അത് കഴിഞ്ഞ് അങ്ങനെ സമാധാനത്തിലിരിക്കുമ്പോൾ കാണാം ഓരോ ദിവസവും മതിലിൻ്റെ അടിയിൽ അടുക്കി വെച്ചിരുന്ന കല്ലുകൾ പറിച്ച് കളയുക, അശയിൽ കിടക്കുന്ന തുണികൾ വാരി കത്തിക്കുക, മരത്തിൻ്റെ ചില്ല വെട്ടുക, കോഴിക്കൂടിൻ്റെ വാതിൽ തകർക്കുക, കോഴിക്കൂടിൻ്റെ ലൈറ്റ് തകർക്കുക, കോഴിക്കൂടിൻ്റെ പൂട്ട് തകർക്കുക. അങ്ങനെയായി വന്നു. പട്ടിക്കൂടിൻ്റെ വാതിൽ തകർക്കുക, പട്ടിയെ വെട്ടുക, പിന്നെ വാഴകളെ ഇല്ലാതാക്കുക, പിന്നെ പൈപ്പ് ലൈനിൻ്റെ എല്ലാം വെട്ടിക്കളഞ്ഞു, വാട്ടർ ടാങ്കിനെ വെട്ടിക്കളഞ്ഞു, കറണ്ടിൻ്റെ എല്ലാ കണക്ഷനും മുകളിലെ ടെറസിൻ്റെ മണ്ടയിലെ ലൈറ്റുകളെല്ലാം ഇല്ലാതാക്കി, 14 ക്യാമറയുള്ള എല്ലാ ക്യാമറകളും അതിൻ്റെ കണക്ഷൻ വിച്ഛേദിച്ച് കളഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. മെനിഞ്ഞാന്നാണെങ്കിൽ ഒരു കമുകിനെ വെട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് അതിലൂടെ തന്നെ ശരിയാക്കി വെച്ചിരുന്ന പട്ടിയുടെ വാതിലിനെ തകർത്തു, മതിലിടിച്ചു കളഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തിൽ സ്വസ്ഥതയിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഭിന്നശേഷിക്കാരായ 2 പിള്ളേർ 10ാം ക്ലാസ്സിലും പ്ലസ് 2വിനും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന അവർക്ക് സഞ്ചരിക്കാൻ പാടില്ലാത്ത, രാത്രിയാകുമ്പോൾ കൊട്ടേഷൻ കൊടുത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം. ഈ വക എല്ലാ കാര്യങ്ങളിലും പോലീസിൽ പരാതികളൊക്കെ കൊടുത്തിട്ടും പോലീസുകാരിൽ നിന്ന് ഒരു ആക്ഷനും എടുത്തിട്ടില്ല. പോലീസുകാർ അത് അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ വീട്ടിൻ്റെ കാമ്പൗണ്ടിൽ മതിലിടിച്ചു കഴിഞ്ഞിട്ട് കോഴിക്കൂടിൻ്റെ കൂരകളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയി. ക്യാമറകളെല്ലാം തകർത്തു. ക്യാമറയെല്ലാം ജാമർ വെച്ച് അതിനെ പ്രവർത്തനമെല്ലാം ഇല്ലാതാക്കിയിട്ടാണ് ഇവർ കയറി വരുന്നത്. കാരണം കറണ്ട് കട്ട് ചെയ്യുക, മീറ്റർ ബോർഡ് ഇളക്കിയിടുക, ഫീസുകളിൽ എടുത്ത് കട്ട് ചെയ്യുക. നമ്മൾ കതവ് പൂട്ടിയിട്ട് നമ്മൾ വീട്ടിൽ അവിടെ നിന്ന് ഇപ്പുറത്ത് കയറിയാൽ ഇവർ കതവ് തുറന്ന് ഇതിനകത്തുനിന്ന് ഫീസൊക്കെ എടുത്തുകൊണ്ട് വന്നാണ് അത് കെട്ടഴിച്ച് കളയണത്. അപ്പം നമുക്ക് അവിടെ ലൈറ്റും ഇല്ല, വെള്ളമില്ല, പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഫ്രണ്ട് വാതിലിൻ്റെ ലോക്കിനെ വലിച്ചൊടിച്ച് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പുതിയ ലോക്ക് വെച്ചു. അല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഇന്ന് വരെ ഈ 4 വർഷം കൊണ്ട് എനിക്ക് യാതൊരു നീതിയും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഇങ്ങനെ ഗുണ്ടാക്രമണമാണ് ഇപ്പം നടക്കുന്നത്. അടുത്തുള്ള ആളുകളാണ് ഇത് ചെയ്യിക്കുന്നത്. ഒരു റിട്ടയർഡ് അധ്യാപിക എന്ന നിലയിൽ അമ്മയെ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? പരാതികൾ അവർ സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. പരാതി കൊടുത്താൽ പോലെ അവർ അത് തിരിഞ്ഞു പോലും നോക്കണില്ല. ചുമ്മാ നമ്മൾ പരാതി കൊടുക്കാന്നേ ഉള്ളൂ. അതായത് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതിന് പരാതി ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞു, പരാതി കൊടുത്തില്ല. 28 കഴിഞ്ഞ മെയ് മാസം 28 രാത്രിയിൽ 7-7:30 ഇടയിൽ അയൽവക്കത്തുള്ള മഞ്ജു സുധീഷ്, ശിവമോഹനം വീട്ടിൽ മഞ്ജു സുധീഷ് ഒരു കാറുമായിട്ട് ചെന്ന് നിന്ന് ഇവൻ കളിച്ചിട്ട് വരുന്ന സമയത്ത് ഇവനെ കയ്യിൽ പിടിച്ചിട്ട്, നിന്റെ അമ്മ വിളിച്ചിട്ട് നീ എന്ത് പോകാത്തത്, നിന്നെ ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് വിളിച്ച് ഡോറ് തുറന്നു. അവൻ കയ്യും തട്ടിയിട്ട് ഓടി, അവൻ ബസ് കയറിഞ്ഞ് പോന്നു. അപ്പൊ ഇങ്ങനെ നിരന്തരം ഈ തട്ടിക്കൊണ്ടുപോകൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മക്കൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് എന്തെങ്കിലും അതെനിക്കറിഞ്ഞൂടാ. ഈ ഭിന്നശേഷിയുള്ള കുട്ടികളാണെന്നുള്ളത് ഗവൺമെന്റിന് അറിയാമോ? എല്ലാവർക്കും അറിയാം. എല്ലായിടത്തും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കിയതുമൊക്കെ. അപ്പൊ എനിക്ക് അവരെ കൊണ്ടുള്ള സഹായം മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് കാമ്പൗണ്ടിൽ ഇറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പിള്ളേരെ പേരിൽ ചുമത്തിയിട്ട് അവരാണ് കുറ്റക്കാരെന്ന് പറഞ്ഞും കൊണ്ട് അവരെ കള്ളനാക്കി മുദ്ര കുത്തിക്കിരിക്കുക. കള്ളനെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ. കള്ളനെന്ന് പറഞ്ഞ് മുദ്ര കുത്തി ഈ കുട്ടികളെ ജീവിക്കാൻ പറ്റാതെ, വളരാൻ സമ്മതിക്കാതെ ഇവരെ മുരടിപ്പിച്ച് പോകണം. എനിക്ക് കിട്ടുന്ന പൈസയും ഇവിടെ എനിക്കുണ്ടാകുന്ന ആ നാശനഷ്ടങ്ങൾ ഓരോ ദിവസവും നാശനഷ്ടങ്ങൾക്ക് അതിനെ പുനരുദ്ധരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് ഈ പിള്ളേരെ വളർത്താൻ എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. ഈ ക്യാമറയൊക്കെ ഇവര് വലിച്ചളക്കിട്ടതാണ്. 14 ക്യാമറ, എല്ലാ ക്യാമറയും വലിച്ചൂരി തറയിലിട്ടിട്ടുണ്ട്. ക്യാമറ വെച്ചതും കൂടെ ഇവർക്ക് ഭയങ്കര വൈരാഗ്യമാണ്. കാരണം ഇവരെ ശല്യം കൊണ്ടാണ് ഞാൻ ഈ ക്യാമറകളൊക്കെ വെച്ചത്. അതിന്റെ കേബിളെല്ലാം വെട്ടി, അതിന്റെ പൈപ്പുകളെല്ലാം പൈപ്പിനകത്തൊക്കെ ആക്കിയിട്ട് ലൈറ്റുകളൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങണമെങ്കിൽ വെട്ടമില്ല.
ഈ പൊട്ടിച്ചൊട്ടിക്കുന്ന ലൈറ്റ് അതിന്റെ അടുത്ത് വീണ്ടും ഒരെണ്ണം വാങ്ങിച്ച് അത് അവിടെ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ കറണ്ട് ഇല്ല, വെള്ളമില്ല, നമുക്കൊന്നും ചെയ്യാൻ പാടില്ല, ബാത്റൂം ഉപയോഗിക്കാൻ പറ്റില്ല, അടുക്കള ഉപയോഗിക്കാൻ പറ്റില്ല, ഒരിടത്തിനും ഒന്നിനും ഈ വെള്ളം കിട്ടാത്ത ഒരവസ്ഥ. പൈപ്പ് ലൈനുകളെല്ലാം കട്ട് ചെയ്തു, എല്ലാം വലിച്ചൂരിയിട്ടിട്ടുണ്ട്. എന്തിനാണ് ഇവരിങ്ങനെ ആളുകളെ കൊണ്ട് ഇത് ചെയ്യിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്ക് ആരും ശത്രുക്കളില്ല. പക്ഷെ അടുത്ത വീട്ടിലെ ജയൻ താമസത്തിന് വന്നതോടുകൂടിയാണ് എൻ്റെ അയൽവാസികളെല്ലാം എൻ്റെ അടുത്ത് പിണക്കായത്, മിണ്ടാതെയും നമ്മളുമായിട്ട് സഹകരിക്കാത്തത്.